26 വർഷം ഒളിവിലായിരുന്ന പ്രതിയെ പിടികൂടി ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച്. തട്ടിക്കൊണ്ടുപോകൽ കൊലപാതക കേസ് പ്രതി സലീം ഖാനെയാണ് ഇങ്ങനെ പിടികൂടിയിരിക്കുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, 26 വർഷത്തിനു ശേഷം ഇയാളെ പിടികൂടാൻ അതെങ്ങനെയാണ് സാധിച്ചത്? വിവരങ്ങൾ എന്താണ്? ജില്ല 1995 വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ഒരു വ്യാപാരിയുടെ മകനെ തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെടുകയും അതിനുശേഷം കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന സലീം ഖാൻ. ഇയാളെ 1997 അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചിരുന്നു. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് അയച്ചിരുന്നെങ്കിൽ പോലും 2000 ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു ചെയ്തത്. പിന്നീട് കഴിഞ്ഞ 27 വർഷമായി പോലീസ് ഇയാൾക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് സലീം വാസ്തിക് എന്നുള്ള പേരിൽ, ഇയാൾ പേര് മാറ്റിയാണ് പിന്നീട് എല്ലാം തന്നെ ജീവിച്ച് വന്നിരുന്നത്. സലീം വാസ്തിക് എന്നുള്ള പേരിൽ ഇയാൾ ഈ ഇടയ്ക്ക് വളരെയധികം പോപ്പുലറായിരുന്നു, പ്രശസ്തി നേടിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ വീഡിയോകൾ ചെയ്തുകൊണ്ട്, യൂട്യൂബിൽ വീഡിയോകൾ ചെയ്തുകൊണ്ട് അത്യാവശ്യം പോപ്പുലറായി മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെ വീണ്ടും ഇയാളുടെ ചരിത്രം എന്താണ്, ഇയാൾ മുൻപ് ആരായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ, അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വീഡിയോകൾ ഇട്ടതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ ആക്രമണ ശ്രമങ്ങളും ഉണ്ടായിരുന്നു. ഈയിടയിൽ കത്തിക്കുത്തേറ്റ് ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈയിടയിലെല്ലാം തന്നെയാണ് പോലീസ് ഇയാൾക്കെതിരെയായിട്ടുള്ള ഇയാളുടെ ചരിത്രത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം ശക്തമാക്കുന്നതും. അങ്ങനെ ഡൽഹി പോലീസിന്റെയും ഉത്തർപ്രദേശ് പോലീസിന്റെയും സഹായത്തോടു കൂടി ഇയാൾ 1995 കേസിൽ ശിക്ഷിക്കപ്പെട്ട് പിന്നീട് ഇടക്കാല ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ആളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്തത്. ഈ ചികിത്സയിലിരിക്കുന്ന സമയത്ത്, കത്തിക്കുത്തേറ്റ് ചികിത്സയിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. അതുപോലെ തന്നെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുവന്ന് ശിഷ്ടകാലം കൂടി, അതായത് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ആളാണ്, മുങ്ങിയ കാലത്തിന് ശേഷമുള്ള ശിഷ്ടകാലം കൂടി എന്തായാലും ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസും കോടതിയും വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഇയാൾ ഈ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രശസ്തി നേടിയതിന് പിന്നാലെ ഒരു സിനിമയിൽ അടക്കം ഇയാളെ അഭിനയിക്കാൻ വേണ്ടി ചില ബോളിവുഡ് നിർമ്മാതാക്കൾ വിളിച്ചിരുന്നു ഈയിടെ എന്നുള്ള കാര്യമാണ് ദിൽന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.